അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈഡ് വശത്തുള്ള തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റ് നമ്മളിത് കവർ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മുടെ ക്യാൻവാസ് വെച്ച് തയ്ച്ചെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് നെക്കും നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്, കണ്ടോ നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് ഇത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കണ്ടോ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് കണ്ടോ, നമ്മൾ 7 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വൈഡിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും കറക്റ്റ് നമ്മളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നേർപകുതി കണ്ടോ, നേർപകുതിയിൽ നമ്മൾ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ നേർപകുതിയിൽ മാർക്കിംഗ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെയും നേർപകുതിയിൽ കറക്റ്റ് നേർപകുതിയിൽ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ അല്പം തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 1/2 ഇഞ്ചിൽ കുറവ് വെച്ചാൽ മതി, കൂടുതലൊന്നും ഇവിടെ തയ്യൽ തുമ്പ് ആവശ്യമില്ല. എന്നാൽ നമ്മുടെ മുകൾ ഭാഗം, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് നമ്മുടെ ക്യാൻവാസിന് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് വശമില്ലേ, ഈ ഒരു സൈഡ് വശം നമ്മൾ ഒരു മടക്ക് ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം. കേട്ടോ, ഇതുപോലെ മടക്കി കറക്റ്റായി നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കറക്റ്റായി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പൊക്കെ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ്, അവിടെ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം. ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ നമുക്ക് കേട്ടോ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. നല്ലവണ്ണം നമുക്ക് തുണി അവിടെ പതിഞ്ഞ് നിൽക്കും. കേട്ടോ, ഈ രീതിയിലാണ് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മുടെ നെക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ആ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിന് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടാണിത്, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ആദ്യം നമ്മളിവിടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നെക്കിൻ്റെ നേർപകുതി വരുന്ന ഭാഗമാണ്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഉൾവശമാണ്. ഈ ഒരു ഉൾവശം ഇതുപോലെയാണ് ഉള്ളത്. നമുക്കിവിടെ നല്ല വശമാണ് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിനെ ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നേരെ കുത്തനെ കറക്റ്റായി വരുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് നെക്ക് തയ്ക്കുമ്പോൾ തെന്നിമാറി പോവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റിച്ച് താഴോട്ടേക്ക് ഇവിടെ കൊടുക്കാം. നമ്മളതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കണ്ടോ, സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ നേർപകുതിയിലേക്ക് കറക്റ്റ് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. കണ്ടോ, ഈ ഒരു ക്യാൻവാസിൻ്റെ അരികു വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു തുണി നെക്ക് പീസും ബോഡി പാർട്ടും തെന്നി മാറിപ്പോവില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിവിടെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കത് ക്യാൻവാസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ചെയ്തതിന് മാറ്റിയ ശേഷം നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പീസിനെ നല്ലവണ്ണം നമ്മളിത് മറിച്ചിട്ട് ഉൾവശത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ലവണ്ണം പതിഞ്ഞു നിൽക്കുകയുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ
കട്ടിങ്ങുകൾ കൊടുക്കുക. സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക. നമ്മുടെ ഷേപ്പൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് നമുക്കിതുപോലെ മറിഞ്ഞ് കിട്ടും. നമുക്ക് മുകളിൽ തയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു ഡിസൈനിൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ പീസും നമ്മളിവിടെ നെക്കിൻ്റെ സൈഡിൽ കൂടി കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിൻ്റെ ഉൾവശം, ഈ ഒരു ഉൾവശത്ത് ഈ ഒരു സൈഡ് കണ്ടോ, സൈഡ് വശം നമുക്ക് ആ ഒരു ഡിസൈനനുസരിച്ച് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് തയ്ക്കുകയോ ഹെമ്മിങ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മളത് ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയും നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ പീസും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് തയ്ച്ച് ഇവിടെ നമ്മൾ തയ്ച്ച് വെക്കുന്നു. അതവിടെ നിന്ന് തെന്നിമാറി പോവില്ല, കറക്റ്റായിട്ട് അവിടെ നിൽക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ തയ്ച്ച് വെച്ചത്. അപ്പം ഇനി നമുക്ക് ബാക്ക് പാർട്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്താണ് നമ്മുടെ ഫ്രണ്ട് നെക്കിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് നെക്കിനെയും ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്ക് വെച്ചതുപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് നമുക്ക് താഴോട്ടേക്ക് ഇവിടെ നോർമലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് അതിന് ശേഷം ഇവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കിന് തയ്ച്ചതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ സൈഡിലും നെക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. നെക്കിൻ്റെ ഭാഗം മുകളിലോട്ട് കയറി പോകാനൊന്നും പാടില്ല, കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെയും നേരത്തെ വെച്ചതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ച് ഉൾവശത്തേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുപോലെയാണ് നമുക്ക് ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക. ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്താൽ മതി, നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തുള്ള ഈ ഒരു ഭാഗം ഉണ്ടോ, ഇവിടെ നമ്മൾ ഹെമ്മിങ് തന്നെയാണ് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഷോൾഡർ ഭാഗം നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെക്കുക. നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗം ഉണ്ടോ, നെക്കിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്താണെങ്കിൽ നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ സൈഡും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ബാക്ക് പാർട്ടിനെ നല്ല വശം മുകളിൽ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ക്യാൻവാസിന് ബാക്ക് പീസിനെ നെക്ക് തയ്ച്ചിട്ടുള്ള ക്യാൻവാസിനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് നെക്കിനെ വെച്ച് കൊടുക്കുക. നെക്കിനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നെക്കിനെ ഇവിടെ ഇതുപോലെ വെക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് നമ്മളവിടെ ഷോൾഡർ ഭാഗത്ത് തയ്ച്ച് പതിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് നമ്മൾ തയ്ക്കാതിരുന്നത്. ആ ഒരു പീസാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് തയ്ച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അപ്പം നമ്മളിവിടെ 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിടുക കേട്ടോ. നെക്കിൻ്റെ പാർട്ട് ഇതുപോലെ, അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ബാക്ക് പാർട്ടിനെ ഇതുപോലെ മറിച്ചിടുക കേട്ടോ. ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം, ഈ ഒരു ഉൾവശം കണ്ടോ, ഉൾവശം നമുക്ക് ഇവിടെ കണ്ടോ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാതെ കറക്റ്റ് നമുക്കത് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് വരിക. ഇവിടെ നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ റൗണ്ടിൽ നമ്മളിത് ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.